എഡിയോസ് അമിഗോ നമ്മുടെ ആസിഫിക്ക സുരാജേട്ടൻ മുഖ്യ വേഷത്തിലെത്തിയ സിനിമയായിരുന്നു. ഇന്ന് സിനിമ റിലീസായി. ഫസ്റ്റ് ഷോ തന്നെ കയറി കണ്ടു. അപ്പോൾ എനിക്ക് സിനിമ കണ്ടപ്പോൾ തോന്നിയത് നിരാശപ്പെടുത്തിയില്ല എന്നാണ് എനിക്ക് ആദ്യം തന്നെ പറയാനുള്ളത്. നല്ലൊരു സിനിമയായിരുന്നു. പിന്നെ നെഗറ്റീവായിട്ട് തോന്നിയൊരു കാര്യം, അത് ഒരു കാര്യം മാത്രമേ എനിക്ക് നെഗറ്റീവായിട്ട് തോന്നിയുള്ളൂ. ഈ സിനിമയ്ക്ക് സെക്കൻഡ് ഹാഫിൽ ചെറിയൊരു വലിച്ചിലുണ്ട്. അതായത് ഫസ്റ്റ് ഹാഫ് പക്കയായിട്ട് പോയി, സെക്കൻഡ് ഹാഫിലോട്ട് കിടക്കുമ്പോൾ ചെറിയൊരു വലിച്ചിൽ നമുക്ക് ഫീൽ ചെയ്യും. അത് കാരണം വേറെ ഒന്നുമല്ല, ഈ സിനിമയുടെ ഡ്യൂറേഷൻ 2 മണിക്കൂർ 38 മിനിറ്റാണ്. അത് ഇച്ചിരി കൂടുതലാണ് ഈ സിനിമയ്ക്ക്. അത് എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഒരു 2.25 മണിക്കൂറിൽ ഇറക്കിയാൽ മതിയായിരുന്നു. 2.25 അനാവശ്യമായിട്ടുള്ള ചില സീൻസ് ട്രിം ചെയ്തിട്ട് ഒരു 2.25 മണിക്കൂറായിട്ട് ഇറക്കിയിട്ടുണ്ടായിരുന്നെങ്കിൽ പടം ഒരു തരത്തിൽ നമുക്ക് നെഗറ്റീവ് കണ്ടുപിടിക്കാൻ പറ്റാണ്ട് ഫുള്ളായിട്ട് എൻ്റർടൈൻമെൻ്റ് ആയിട്ട് പോയനെ സിനിമ. പക്ഷേ ഇപ്പോഴും കുഴപ്പമൊന്നുമില്ല, സിനിമ ഒരു വാച്ചബിളാണ്. സെക്കൻഡ് ഹാഫിൽ ആ ഒരു ചെറിയൊരു വലിച്ചിൽ നമുക്ക് ഫീൽ ചെയ്യുന്നുള്ളൂ. പക്ഷെ അത് ഒഴിച്ചു നിർത്തിയാൽ സിനിമ ഒരു വാച്ചബിൾ ആയിട്ടുള്ളൊരു മൂവിയാണ്. എനിക്ക് പേഴ്സണലി സിനിമ ഇഷ്ടപ്പെട്ടു. എടുത്തു പറയേണ്ടത് ആസിഫ് ഖാൻ. പുള്ളി നൈസായിട്ടുണ്ട്. ആസിഫിൽ അടിപൊളിയുണ്ട്. പുള്ളിയുടെ ക്യാരക്ടർ ഉണ്ട്, അത് നമ്മൾ കണ്ടിരിക്കും. ശരിക്കും പുള്ളിയാണ് പടം കൊണ്ടുപോകണത്. സത്യം പറഞ്ഞാൽ സുരാജേട്ടനും അടിപൊളിയാണ്. സുരാജേട്ടൻ്റെ ക്യാരക്ടറും നന്നായിട്ട് പെർഫോം ചെയ്യുന്നുണ്ട്. പക്ഷെ ആസിഫ് ഖാൻ്റെ ഈ പടത്തിലെ പെർഫോമൻസ്, ആസിഫലി ഒന്നും പറയാനില്ല. പുള്ളി നൈസായിട്ട് ആ ക്യാരക്ടർ ചെയ്തിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു പുള്ളി അടുത്ത കാലത്തൊന്നും ഇത്രയും ഉഷാറായിട്ടുള്ളൊരു ക്യാരക്ടർ, ഇത്രയും ചാടി നിൽക്കുന്ന ഒരു പവർഫുൾ ആയിട്ടൊരു എൻ്റർടൈൻ ക്യാരക്ടർ പുള്ളി അടുത്തൊന്നും അങ്ങനെ പുള്ളി ചെയ്ത് ഞാൻ കണ്ടിട്ടില്ല. അതുകൊണ്ട് തന്നെ നമുക്ക് ആ ഒരു ഫ്രഷ്നെസ് നമുക്ക് പുള്ളിയെ ഇതിൽ കാണുമ്പോൾ നമുക്കത് കിട്ടുന്നുണ്ട്. ശരിക്കും പുള്ളിയുടെ സീൻസ് കാണുമ്പോൾ തന്നെ നമുക്കൊരു സാധനം കിട്ടും. അതായത് അത് പുള്ളിനോട് പടം കൊണ്ടുപോയത്. മൊത്തത്തിൽ പറഞ്ഞാൽ ഒരു വാച്ചബിൾ മൂവിയാണ്. നമുക്ക് റേറ്റിംഗ് 5-ൽ 3 കൊടുക്കാം. അതിനുള്ളൊരു സിനിമയ്ക്ക് ഉണ്ട് പടം. എനിക്ക് പേഴ്സണലി സിനിമ ഇഷ്ടപ്പെട്ടു. അപ്പോൾ കാണാൻ താല്പര്യമുള്ളവരുണ്ടെങ്കിൽ കണ്ടു നോക്കിക്കോ. അത്യാവശ്യം കൊള്ളാവുന്നൊരു പടം തന്നെയാണ്. പിന്നെ കോമഡീസൊക്കെ അത്യാവശ്യം നല്ല ക്വാളിറ്റി കോമഡീസ് തന്നെയാണ്. എല്ലാം നമുക്ക് അത്യാവശ്യം ചിരിക്കാനുള്ള ഒരുപാട് കോമഡീസ് ഉണ്ട്. സെക്കൻഡ് ഹാഫിൽ ഞാൻ പറഞ്ഞില്ലേ നേരത്തെ, സെക്കൻഡ് ഹാഫിൽ നമുക്ക് ചെറിയൊരു വലിച്ചിലൊക്കെ ഫീൽ ചെയ്യും. അപ്പോൾ അതിൻ്റെ ഇടയിലാണ് നമ്മുടെ വിനീത് തട്ടിൽ പുള്ളി ഈ സിനിമയിലോട്ട് പറഞ്ഞത്. പുള്ളി ഒരു 15 മിനിറ്റോളം സിനിമയ്ക്കകത്തുണ്ട്. പുള്ളിയുടെ ക്യാരക്ടർ നൈസായിട്ടുണ്ട്. പുള്ളി വന്നതിന് ശേഷം ചില കോമഡീസൊക്കെ അടിപൊളിയായിരുന്നു. ഭയങ്കര ശരിയായിരുന്നു തിയേറ്ററിൽ. ഞാൻ സിനിമ ആണെങ്കിൽ പൊതു ഫസ്റ്റ് ഷോ ആയതുകൊണ്ട് ആകെ തിയേറ്ററിൽ 10-35 പേരൊക്കെ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷെ ഇത് അത്യാവശ്യം ഓഡിയൻസിൻ്റെ കൂടെ ഇരുന്ന് കാണണമെങ്കിൽ, അതായത് ഓൾമോസ്റ്റ് ഒരു ഹൗസ് ഷോ ഒക്കെ ആണെങ്കിൽ നല്ലൊരു എക്സ്പീരിയൻസ് ആയിരിക്കും. കാരണം എല്ലാവർക്കും ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്യാൻ പറ്റിയ കോമഡിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ നമുക്ക് റിലാക്സ് ആവാൻ പറ്റിയ ചില ഡയലോഗ്സ് ഉണ്ട് ഈ സിനിമയ്ക്കകത്ത്. നമുക്കൊരു മോട്ടിവേഷൻ കേൾക്കണ പോലെ നമ്മുടെ മൈൻഡ് റിലാക്സ് ആവുന്ന ചില സീനുകൾ ഈ പടത്തിൻ്റെ അകത്തുണ്ട്. അതൊക്കെ എനിക്ക് തോന്നി. മൊത്തത്തിൽ അത്യാവശ്യം കൊള്ളാവുന്നൊരു പടം. എനിക്ക് അങ്ങനെയാണ് തോന്നി, നിരാശപ്പെടുത്തിയില്ല, അങ്ങനെയാണ് തോന്നിയത്. സിനിമ പേഴ്സണലി ഒരു വാച്ചബിളാണ്, ഇഷ്ടപ്പെട്ടു. എനിക്ക് കാണാൻ താല്പര്യമുള്ളവരെന്തായാലും ഒന്ന് കണ്ടു നോക്കിയോ.